അതിന്റെ ഒന്നും വില നിർണ്ണയിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ കോർപ്പറേറ്റുകൾക്ക് കള്ളക്കച്ചവടം നടത്തിയ കേന്ദ്ര ഗവൺമെന്റ്. പിന്നെ രാജ്യത്ത് എല്ലായിടത്തും നമുക്കറിയാം ഈ തൊഴിൽ സംരക്ഷണം ഇല്ലാതാവുകയാണ്. ഏത് സമയത്തും ആരെയും ഇപ്പൊ പറയുന്നത് ഫയർ ചെയ്യാന്നാണ് വാക്ക് അല്ലേ, അല്ലെങ്കിൽ സാക്കിയ, ആരെയും ഫയർ ചെയ്യാ, ഇത് വെടിവെച്ച് വല്ലതല്ല, തൊഴിൽ നിന്ന് പറഞ്ഞുവിടുക. പത്രസ്ഥാപനങ്ങളിൽ പോയി നടക്കുന്നത് രാജ്യവ്യാപകമായി. ഞാൻ പേര് പറയുന്നില്ല. മുംബൈയിലെ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ഒരു ദിവസം രാവിലെ ചെന്ന് അപ്പൊ കാർഡിട്ട് വേണം തുറക്കാൻ, ഡോർ തുറക്കാൻ. കാർഡിട്ടപ്പോ ഡോർ തുറയുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. 10-15 പേരെ പുറത്താക്കിയതാണ് സ്ഥാപനത്തിൽ നിന്ന്. അപ്പൊ അവര് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ കാർഡ് വർക്ക് ചെയ്യില്ല, കാരണം കാർഡ് ഡീഫങ്ക്റ്റ് ആയി, വാതിൽ തുറക്കാനുള്ള കാർഡ്. കാരണം എന്താ, നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തായിരുന്നു. ഇങ്ങനെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ, സ്ഥാപനത്തിലെ ജീവനക്കാരെ ഒരു തൊഴിൽ സംരക്ഷണവും ഇല്ലാതെ പുറത്താക്കാം. ഏത് കോർപ്പറേറ്റുകൾക്കും നാളെ മുതൽ വരണ്ട, അവസാനിപ്പിച്ചു, ബാക്കിയുള്ള സെറ്റിൽ ചെയ്ത് അങ്ങ് പൊക്കോളാൻ പറയും. ചില സ്ഥലത്ത് സെറ്റിൽമെന്റും ഇല്ല. സെറ്റിൽമെന്റിന് പിന്നെ 1 വർഷം കാത്തു നിൽക്കണം. ഇതാണ് രാജ്യത്ത് എല്ലായിടത്തും നടക്കുന്നത്. തൊഴിൽ സംരക്ഷണം എന്നുള്ള വാക്ക് രാജ്യത്ത് ഇല്ലാതാവുകയാണ്. അതുപോലെ ESI, EPF, ഇതെല്ലാം ഇപ്പൊ ഇല്ലാതാവുകയാണ്. അതല്ലേ എത്രമാത്രം ESI എന്ന് പറയുന്നത്, ESIയുടെ പരിധിയുണ്ട്. ആ പരിധിയൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എത്രമാത്രം പ്രൊട്ടക്ഷനാണ് ESI ഒക്കെ സാധാരണ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നത്, അതിപ്പോ ഇല്ലാതാവുകയാണ്. EPF പെൻഷൻ പദ്ധതി തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത്, അത് തന്നെ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്, ആ ഗ്രാറ്റുവിറ്റി ഇല്ലാതാവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാവുകയാണ്. ജോലിക്ക് ഒരു സുരക്ഷിതത്വമില്ല, എപ്പോ വേണമെങ്കിലും പുറത്താക്കപ്പെടാം, ഒന്നും കിട്ടുകയില്ല കയ്യിൽ. പിന്നെ വേറൊരു ജോലി കിട്ടിയാൽ കിട്ടി എന്നുള്ള നിലയിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് സ്ഥിതി? തൊഴിൽ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടോ കേരളത്തിൽ? ഞങ്ങളൊക്കെ വർഷങ്ങളായി തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ പറഞ്ഞു, ചുവട്ടു തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു.